ടോമി എനിക്ക് പേടിയാവുന്നുണ്ട്. അമ്മ എരിമേടെല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ? അറിയണമെങ്കിൽ അറിയട്ടെന്ന് വെക്കണം. എന്നായാലും എല്ലാരും അറിയാനുള്ളതല്ലേ ഇതൊക്കെ. ടോമി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവരെ കാണുമ്പോൾ മുട്ടുകൂട്ടിയിരിക്കും. മീനു, എനിക്ക് ആ പറഞ്ഞ തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആ വക വർത്താനം എന്റെ അടുത്ത് പറയല്ലേ. ഉള്ളത് പറയാലോ ടോമി. ടോമിനൊക്കെ ധൈര്യം ഉണ്ടാ ജോമിക്ക്? ജോമി എന്തായാലും പേരിപ്പടത്തിൽ കണ്ടോ ടോമിയുടെ പോലെ 10 താഴ്ച നിൽക്കാറില്ല. മീനു, നീയാ മാനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആ മേരി മേഡാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ആ പെണ്ണുപിള്ളേരെ പേരെന്തിനാണ് ഇതിനകത്ത് എടുത്തിരുന്നേ? വേണ്ട, നീ എന്തോ ഇവിടെ കേട്ടോണ്ടിരിക്കണം. പോടാ നിന്റെ ജോലി വെക്കി. അതെ, എനിക്ക് ഒരാളോട് ദേഷ്യം വെച്ചിട്ട് വേറൊരാളോട് തീർക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലും ഞാൻ നേരിട്ട് തീർക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോ ചുമ്മാ കയറി ഉടക്കുന്നത്. ഇവിടെ ആരാണ് ആദ്യം ചൊറിഞ്ഞത്? ഞാനാണോ? ഇപ്പൊ എനിക്കായോ കുറ്റം? തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് അംഗീകരിക്കാൻ പഠിക്കണം. അതിന് ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. കണ്ടില്ലേ, സ്വയമായിട്ട് തെറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ടോമിക്കില്ല. അതെ, ചുമ്മാ ഇരുന്ന് എന്നെ കയറി ചൊറിഞ്ഞു. ഞാൻ ആ തള്ളെ കണ്ട് പേടിക്കുന്നു വരെ പറഞ്ഞു. മ്ലേച്ഛം. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തലും കൂടെ. മീനു, 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 ഞാൻ പറഞ്ഞിട്ട് മീനു. ഇപ്പം ഈ കാര്യങ്ങളെ കുറച്ചുകൂടി കൂളായിട്ട് കൺവേ ചെയ്യുന്ന നാശം. എന്താ എന്തൊരു പൊട്ടലും ചീറ്റലും? ഇന്നലെ കുറച്ച് ചക്കക്കുരു കഴിച്ചതിന്റെ രീതി കേട്ടോ. അതൊന്നല്ല, അല്ലെങ്കിൽ ഈ പെൺവറക്ക് ഇങ്ങനെ തന്നെ. നീ എന്തിനും ഏതിനും നമ്മുടെ നെഞ്ചത്തേക്കും കയറും. അത് സത്യം. നീ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇവർക്കൊക്കെ ഇവരുടെ ഓരോ മൂഡ് താങ്ങാൻ നമ്മൾ വേണം. ഇവരുടെ മനസ്സിലാക്കണം. ഇവരെ നമ്മൾ സാന്ത്വനിപ്പിച്ച് ഭാവയെ പോലെ കൊണ്ടു നടക്കണം. തിരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഇവർ അംഗീകരിക്കുമോ? നമ്മളെവർ മനസ്സിലാക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ ഇവരെ പുറകെ മണപ്പിച്ചിറങ്ങണേ? സ്വന്തം കാര്യം നോക്കി നടന്നൂടെ? അത് പറ്റൂല. അവൾ ഇനിയും ചിലപ്പോൾ എന്നെ അപമാനിക്കായിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് മിനുവിനെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. എന്റെ ദൈവം, ഈ ആൺമാർക്ക് മൊത്തം എങ്ങനെയാണ്? അല്ല, അതൊക്കെ പോട്ടെ. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവില്ല ലാസറെ. ഇതിപ്പോ എന്റെ തെറ്റാണോ, അവളുടെ തെറ്റാണോ, നമ്മളുടെ രണ്ടുപേരെയും തെറ്റാണോ? ഈ ജോമിയുടെ വിഷയം ഇതിന്റെ ഇടയിൽ വന്നപ്പോ പിന്നെ ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. ടോമി, ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുക, അവള് നിന്നോട് ഐ ലവ് യു പറഞ്ഞു എന്ന്? നീ എങ്ങനെയാലും അവളുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക്, അല്ലെങ്കിൽ അവളെ അവസാനം കൈവിട്ടു. എടാ, അതിനി ഞാൻ ചെവരിൽ ഒരു ഐ ലവ് യു എഴുതി വെച്ചിട്ട് അവളെ കൊണ്ട് വായിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. എന്റെ പൊന്നു ടോമി, നിന്റെ അടുത്ത് എനിക്ക് ഈ ലൂസ് ടോക്കിന് ഒട്ടും താല്പര്യം. മനസ്സിലായോ? എന്ത് പറഞ്ഞാലും അവസാനം നീ നെഗറ്റിവിറ്റി കൊണ്ട് നിർത്തും. പിന്നെ പോസിറ്റിവിറ്റി തുളുമ്പിരിക്കുന്ന നീ എനിക്കൊരു വഴി പറഞ്ഞതാ. ഒരു സിമ്പിൾ ആയിട്ട് ഐഡിയ നിന്റെ അടുത്ത് പറയട്ടെ. എടാ, നീയും അവളും കൂടി ഡേറ്റ് ചെയ്യേ. നാളെ നീ അവളോട് ലീവ് എടുക്കാൻ പറ. എന്നിട്ട് വല്ല പാർക്കിലോ ബീച്ചിലൊക്കെ പോയി കണ്ണും കൈമാറുന്നു, മനസ്സും കൈമാറുന്നു, ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നു. പ്രണയം കൊണ്ട് പൂത്ത് പടരട്ടെ. കൊള്ളാല്ലേ? അങ്ങനെ പോവല്ലേ? ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് പിണങ്ങിയാണ് പോയത്. ഒരു ഉടക്ക് മൂട്ടിലായിരിക്കും. അത് ഞാൻ എന്ത് ചെയ്യും? അത് വേഗം പോയി സോൾവ് ചെയ്യും മിസ്റ്റർ ടോമി. ഈ ഉടക്ക് കൂടുന്തോറും വിഷയം വഷളാവും. സോൾവ് ചെയ്യാം. നാളെ ഡേറ്റിങ്ങിന് പോവാം. അതെ. അയ്യോ, എന്തെങ്കിലുമൊക്കെ നടക്കും. മീനു, പെണങ്ങലടി. എടി, കാര്യം ഈ ചെറിയ വഴക്ക്, സൗന്ദര്യപ്പടക്കം, മുടക്ക്, ഇതൊക്കെ ഒരു പ്രണയബന്ധത്തിനെ ദൃഢപ്പെടുത്തുന്നതാണല്ലോ. ഇത് അങ്ങനെ കണ്ടാ പോലും. എന്റെ ചുറ്റുമണിയല്ലേ, പെണങ്ങല്ലേ പ്ലീസ്. വേണ്ട, ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെയാവും. ഇതാ ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. അയ്യോ, അങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ. ഇതിനൊക്കെ ഇങ്ങനെ കാണണം. എന്റെ ഒരു അറിവിലേ വേണ്ടിട്ട് കണ്ടാ മതി പ്ലീസ്. ഇത് ഞാൻ എത്രത്തോളം വിശ്വസിക്കണം? കണ്ണും പൂട്ടി വിശ്വസിച്ചോ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. നാളെ എന്നെ മീനു ലീവ് എടുക്കും. നമുക്ക് ഈ രാത്രിയുള്ള സൊള്ളല് മാത്രം മതിയോ? നമ്മുടെ പ്രണയബന്ധത്തിന് അതല്ലാത്ത ചില നിമിഷങ്ങൾ കൂടെ വേണ്ടേ? വേണം. പക്ഷെ സാലറി ആ ജോം ഇല്ലായിരുന്നെങ്കിൽ എന്റെ കൊച്ചിനെ ഞാൻ വീട്ടിലെടുത്തിട്ട് ഫുൾ സാലറി തന്നേനെ. ഇതിപ്പോ ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ വരുന്നില്ല. ജോമി ഒറ്റയ്ക്ക് വരുള്ളൂ. മീനും വരണം.
വന്നിട്ട് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് താഴെ വന്നാൽ മതി. ഞാൻ അവിടെ നിൽക്കാം. നമുക്ക് എവിടെയെങ്കിലും പോയി സ്ഥലപ്പിച്ചിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് ഞാൻ സമയത്തിന് കൊണ്ട് ആക്കിക്കോളാം. അതങ്ങനെ അത് കൊള്ളാം, നല്ല കൊള്ളാം. എന്നാ ഞാൻ പോട്ടെ. നീനു, നാളെ നമ്മുടെ ദിവസമാണ്. ബൈ ടോമി. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും ദിവസം പണിയെടുക്കാതിരുന്ന മീനുവിന് നാളെ ജോമി നട്ടിൽ റബ്ബറാകുമ്പോൾ അതിന് പണി കൊടുക്കും. ജോലി പോയാലോ എന്ന് വിചാരിച്ച് അവൾ ആ പണി മൊത്തം ഇരുന്ന് ചെയ്യും. പാവം ടോമി നാളെ ലീവ് എടുത്ത് അവളെ കറങ്ങാൻ കൊണ്ടുപോകാനായിട്ട് ഓഫീസിൻ്റെ താഴെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇവളെയും കാത്ത് ക്ഷേമ നശിച്ചവൻ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ടോമി മീനുവിനെ പണിയെടുപ്പിക്കുന്നത് കാണും. മീനുവിനെ ടോമിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യണമെന്ന് വിചാരിച്ച് ടോമിയുടെ നേരെ കയർത്ത് കയറുന്നു. പാവം, പിന്നെ അടിയാവുന്നു. ഈ വിവരം അവന്മാരുടെ അപ്പന്മാരറിയുന്നു. രണ്ടെണ്ണത്തിന് ഓഫീസിൽ തൂക്കിയറിയും. പിന്നെ ഇവിടുത്തെ അടുത്ത മാനേജറായിട്ട് ഞാൻ വരുന്നു. പാവം, വണ്ടർഫുൾ. കറങ്ങുന്ന കസേര, കോട്ട്. ലാസർ, നീ ரொம்ப കൊടുത്തു വച്ചാണ്ട. എടാ, വേഗം എന്റെ മാനേജർ പോസ്റ്റ് റെഡി ആക്കി വെച്ചോ. അവന്മാർ രണ്ടും തമ്മി തല്ലി പിരിയാനുള്ള കിടിലൻ പരിപാടി കൊടുത്തിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അതിനുള്ള എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് പരിപാടിയാണ് കൊടുത്ത്? മേഡം അപ്പം മാത്രം ഒന്നാ മതി. ഈ കുഴികളൊക്കെ ലാസർ പണ്ടേ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചേക്കണയാ. പിന്നെ നാളെ നമ്മുടെ എല്ലാ CCTV ഓണായിരിക്കണം. റെക്കോർഡിങ് നമുക്ക് ചെയ്തേക്കണം. ഊമാർക്കെതിരെയുള്ള പണികളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ഊമാരുടെ അപ്പന്മാരെ കാണിച്ചു കൊടുത്ത് അവരെ നമുക്ക് ചാക്കിലാക്കാം. അതൊക്കെ നീ എനിക്ക് വിട്ടേരും. ഈ മേരി കുറെ കാലമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതാ. ഇതൊരു നെകളിപ്പായിരുന്നു രണ്ടിനും. ഒട്ടിച്ചേർന്നല്ലേ നടപ്പ്. നാളെ കൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. മേഡം, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവന്മാരും രക്ഷിക്കാൻ പറ്റില്ല. കാരണേ ഇത് പെണ്ണേസാണ്. ഇത് അങ്ങനെ ഒന്നും ഒത്തുതീർപ്പാനും പറ്റില്ല. മേഡത്തിനൊരു കാര്യം അറിയോ? ഏതൊരു കുടുംബത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടിവേറെ ഇളക്കാൻ ഈ ഒരു ഒറ്റ കേസ് മതി. അവന്മാർക്കെതിരെ ഇതുവരെ ഇല്ലാതിരുന്നത് ഇത് തന്നെയാണ്. മതി, ബാക്കി നമുക്ക് നേരിട്ട് നാളെ കാണാം.